ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നാളെ മുതൽ മധുരയിൽ തുടങ്ങും. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നാണ്. കേരളത്തിൽ നിന്ന് കൂടുതൽ പേർക്ക് സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ഡി ബിനോയ് ആണ് ചേരുന്നത്. ബിനോയ്, EMSന് ശേഷം കേരളത്തിൽ നിന്നൊരു ജനറൽ സെക്രട്ടറിയെ പ്രതീക്ഷിക്കാമോ ഇത്തവണത്തെ ഈ ഒരു മധുരൈ പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടുകൂടി? നിലവിലെ സാധ്യതകൾ അനുസരിച്ച് 24-ാം പാർട്ടി കോൺഗ്രസ് ഒരു പക്ഷേ സംസ്ഥാനത്തിന് ഒരു ജനറൽ സെക്രട്ടറിയെ സമ്മാനിക്കാനുള്ള സാധ്യതകൾ നമുക്ക് മുന്നിൽ കാണാം. കാരണം ദേശീയ തലത്തിൽ നിന്നുള്ള 7 നേതാക്കന്മാരാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പടിയിറങ്ങുന്നത്. പ്രായപരിധി കഴിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവർ ഇത്തവണ പാർട്ടിയുടെ പ്രായപരിധി കണക്കിലെടുത്തുകൊണ്ട് അവർ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്തേക്ക് പോകും. ആ സാഹചര്യത്തിൽ പിന്നീടുള്ള മുതിർന്ന നേതാക്കന്മാർ സംസ്ഥാനത്താണ്. പ്രത്യേകിച്ച് MA ബേബിയെ പോലുള്ള, പ്രത്യേകിച്ചും ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന MA ബേബി പോലുള്ള നേതാക്കന്മാർക്ക് സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എങ്കിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയും ഉണ്ട്. പ്രത്യേകിച്ചും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക്, സ്ത്രീകൾക്കൊരു പരിഗണനയുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇല്ല എങ്കിൽ പോലും അവർക്ക് നേരിട്ട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മേഴ്സിക്കുട്ടിയമ്മയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും നേതാവോ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാൻ ഉള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും കേരളത്തിൽ നിന്നും CPIMന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കുള്ള പ്രാതിനിധ്യം കൂടും എന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ പോളിറ്റ് ബ്യൂറോയിൽ 4 അംഗങ്ങളാണ് സംസ്ഥാന ഉള്ളതെങ്കിൽ അത് ഒരു പക്ഷേ ഒരാൾ കൂടി കൂടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം EP ജയരാജൻ 75 വയസ്സ് പ്രായം പൂർത്തിയായി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒരു പക്ഷേ മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വീണ്ടും ആളുകളുടെ എണ്ണം കുറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർക്കുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക്, CPIMന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മധുര പൂർണ്ണമായും ചുവന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു പാർട്ടി കോൺഗ്രസിന്റെ എല്ലാ ഒരുക്കങ്ങളും മധുരയിൽ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 400-ലധികം പ്രതിനിധികളാണ് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും CPIMന്റെ 24-ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മധുരയിലേക്ക് എത്തുന്നത്. ദീപശിഖ യാത്രകൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ മധുരയിലെ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരും. അതിന് തൊട്ടു പിന്നാലെ പ്രാദേശിക നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രകടനമുണ്ടാകും. പ്രകടനവും അതോടൊപ്പം തന്നെ സമ്മേളന നഗരിയിൽ ഇന്ന് പതാക ഉയരുകയും ചെയ്യും. നാളെയാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കം കുറിക്കുക. ആ ദിവസം ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ടായിരിക്കും പതാക ഉയർത്താനുള്ള സാധ്യത. കാരണം മുതിർന്ന നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. പ്രായപരിധി കഴിഞ്ഞെങ്കിലും പ്രത്യേക പരിഗണനയ്ക്ക്, അതായത് ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന മുതിർന്ന നേതാവ് പിണറായി വിജയനാണ്. അത്തരത്തിൽ മുതിർന്ന പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസിന് വളരെയധികം സവിശേഷതകളുണ്ട്. മാത്രവുമല്ല, രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി നിലവിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചേരുന്ന ആദ്യ പാർട്ടി കോൺഗ്രസ് എന്ന് തന്നെ പറയാം. അവിടെ CPIMന്റെ ചില നിലപാടുകൾ വ്യക്തമാക്കും. തെരഞ്ഞെടുപ്പുകളിൽ മാത്രം ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നാൽ മതി എന്നുള്ളൊരു നീക്കം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്കൊപ്പം CPIM ഉണ്ടായിരുന്നില്ല, മാറി നിന്നു. അതുതന്നെയാണ് നമ്മൾ വിവിധ സംസ്ഥാനങ്ങൾ, ദില്ലി തെരഞ്ഞെടുപ്പിലായാലും ഹരിയാന തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെയൊക്കെ ഇന്ത്യ മുന്നണിക്ക് വലിയ പരാജയം ഉണ്ടായിരുന്നു. അത് പ്രവർത്തന റിപ്പോർട്ടിൽ കൃത്യമായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, തെക്കൻ സംസ്ഥാനങ്ങളിൽ കാര്യമായ തരത്തിൽ BJPക്കുണ്ടായ വളർച്ച അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും ഒരു ലോക്സഭാ അംഗം ഉൾപ്പെടെയുള്ളവർ ദില്ലിയിലേക്ക് എത്തിയ സാഹചര്യം, ഇതെല്ലാം തന്നെ വിലയിരുത്തുകയും ചർച്ച ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. കാളിദാസ്.